നമസ്കാരം സുഹൃത്തുക്കളെ, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീടുകളിൽ മീനച്ചാർ എങ്ങനെ ഈസിയായി തയ്യാറാക്കാമെന്നുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാവേ. ഇവിടെ മീൻ എടുത്തിട്ടുണ്ട്. ഇത് ചൂരയാണ് കേട്ടോ, ഇത് ചെറിയ ചൂരയായിരുന്നു. ചൂര എടുത്തിട്ടുണ്ട്. പിന്നെ ഓയിലുണ്ട്, ഇത് പാം ഓയിലാണ് എടുത്തേക്കുന്നത്. പിന്നെ മഞ്ഞൾ പൊടി, മുളക് പൊടി, കറിവേപ്പില, കടുക്, കായം, ഉലുവാപ്പൊടി, പിന്നെ ഉപ്പ്. പിന്നെ ഇത് വെളുത്തുള്ളി, ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ അരച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് അച്ചാറിടാൻ വേണ്ടി ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി പൊളിച്ചതും. നമുക്ക് ഈ മീനിലോട്ട് ഇത്തിരി മസാല അരച്ചത് പുരട്ടി വെക്കണം. അപ്പോൾ ഇതിനകത്തിൽ ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില എല്ലാം കൂടെ അരച്ച മസാലയാണ് കേട്ടോ. ഇപ്പം മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്യാവേ. എന്നിട്ട് ഇത് നമുക്ക് വെള്ളം പോകാനായിട്ട് എടുത്ത് വെക്കണം. ഇത് സമയമുണ്ടെങ്കിൽ ഒരു ദിവസം ഇങ്ങനെ പുരട്ടി ഫ്രിഡ്ജിനകത്തിൽ വെള്ളം പോകാൻ വേണ്ടി ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിനകത്തിൽ വെച്ചാൽ ഇതിലെ വെള്ളം പോകും. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എളുപ്പമുണ്ട്. ഈ മസാലയെല്ലാം ഈ മീനിലോട്ട് പിടിക്കുകയും ചെയ്യും കേട്ടോ. നമുക്കിനി എന്നിട്ട് ഇതിൽ വെള്ളം കുറച്ച് ഊറി കഴിയുമ്പം നമുക്കിത് എണ്ണയ്ക്ക് അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ വറക്കാനായിട്ട് ഉരുളി അടുപ്പത്ത് വെച്ചു, അത് ചൂടായി. ഇനി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവേ. ദേഹത്ത് തെറിക്കാതെ സൂക്ഷിക്കണം. ഇത് നമുക്ക് ഒറ്റ ട്രിപ്പിന് വറുത്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ, കുറച്ചേ ഉള്ളതുകൊണ്ടേ. നമ്മുടെ മീനൊക്കെ നല്ല ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ, കണ്ടോ. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. നന്നായിട്ട് മൂക്കണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം അല്ലെ കുറച്ച് നാൾ വെച്ചേക്കാനുള്ളതാണെങ്കിലുണ്ടല്ലോ പൂപ്പൽ പിടിക്കുവേ. അതുകൊണ്ടാണ് മീൻ നന്നായിട്ട് മൊരിച്ചെടുക്കുന്നത്. നമ്മുടെ മീൻ വറുത്ത് കോരിയ എണ്ണ കുറച്ച് നമ്മൾ മാറ്റി വെച്ചു. ആ എണ്ണയ്ക്ക് അതിലോട്ട് തന്നെയാണ് നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ ഇട്ട് മൂപ്പിക്കുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ കടുക് പൊട്ടിയേ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ദേഹത്തോട്ട് പൊട്ടിത്തെറിക്കാതെ നോക്കിക്കോണം കേട്ടോ. വെളുത്തുള്ളിയൊക്കെ അരച്ച് ചേർത്തേക്കുന്നതാണ്, അതുകൊണ്ട് കുറച്ചേ മതി. ഇഞ്ചിയും കുറച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിലയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഒരു 1/2 സ്പൂൺ കായപ്പൊടി. കായത്തിനൊക്കെ വില കൂടുതലാണ്, അതുകൊണ്ട് കുറച്ചൊക്കെ ചേർത്താൽ മതി കേട്ടോ. നമുക്ക് ഇത്തിരി ഉലുവാപ്പൊടിയും കുറച്ച് മതി. ഈ മുളക് പൊടി ലാസ്റ്റിലിട്ടാൽ മതി, കാരണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അത് ഓരോരുത്തരുടെ എരിക്കൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ഇവിടെ പിന്നെ ഞാൻ വിനാഗിരിക്ക് പകരം നമ്മുടെ മീനിൻ്റെ പുളിയുണ്ടല്ലോ, പുളി ഉപ്പും കൂടി ഇട്ട് തിളപ്പിച്ചിട്ട് കുറച്ച് ഉപ്പേ ഇടാവുള്ളൂ. കാരണം നമ്മൾ മീനിന് മസാല പുരട്ടിയപ്പോൾ ഉപ്പും കൂടെ കൂട്ടിയാണ് അരച്ച് ചേർത്ത് പുരട്ടി വെച്ചത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് തിളപ്പിച്ചിട്ടുണ്ട്. വിനാഗിരിയെക്കാട്ടി നല്ലത്, എല്ലാവർക്കും വയറിനൊക്കെ നല്ലത് പുളിയാണല്ലോ, അതുകൊണ്ടാണ്. ഇനി നമുക്ക് നമ്മുടെ മീൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. തീ കുറച്ച് വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ ഈ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോവേ. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം കൂടെ ചേർക്കണം വിനാഗിരിക്ക് പകരം. അപ്പോൾ നല്ലൊരു ഗ്രേവി വരും. ഈ മീനൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടും. പുളിയൊക്കെ ആവശ്യത്തിനേ ചേർക്കാവുള്ളൂ.
കൂടിപ്പോവരുത്. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ മീനച്ചാറ് കുറേ നാളത്തേന് വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർക്കാത്തതുകൊണ്ട് പുളിവെള്ളമല്ലേ ചേർക്കുന്നത്, അതുകൊണ്ടുണ്ടല്ലോ പൂപ്പൽ ഒന്നും പിടിക്കാതിരിക്കാൻ കുറേ നാൾ പുറത്ത് വെച്ചേക്കുവാണെങ്കിൽ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് കൂട്ടി തീർക്കാനാണെങ്കിൽ പുറത്ത് വെച്ചിരുന്നാലും കുഴപ്പമില്ല. നമുക്കൊരു ഇത്തിരി പുളിവെള്ളം കൂടെ ചേർക്കാം. ചാറൊക്കെ ഒന്ന് കുറുകി വരും. കണ്ടോ, നല്ല കളറായിട്ടുണ്ട്. നമ്മുടെ മീനച്ചാറ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേ ഞാനിന്ന് മീനച്ചാറ് എൻ്റെ ഇച്ചായനെ കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോവുകയാണേ. എന്നിട്ട് ഇച്ചായൻ കഴിച്ചിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറഞ്ഞു. നന്നായിരുന്നു. എല്ലാ മസാലയും പിടിച്ചിട്ടുണ്ട്, നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ആവശ്യത്തിന് എരിവ്, പുളി, നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഇനി ഒരു പീസ് കപ്പ ഈ ചാറിനകത്തിൽ മുക്കിയിട്ട് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. കപ്പയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക. പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ്, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവൽ.